ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 എക്സാം ഇത് അടിപൊളിയായിട്ട് +1 ബയോളജി എക്സാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇതെല്ലാം തന്നെ നിങ്ങളുടെ മെസ്സേജസ് ആണ്. പക്ഷേ ഇത് വളരെ കുറച്ചുള്ളൂ. ഒരുപാട് മെസ്സേജസുകൾ നമ്മളുടെ ഇന്നലത്തെ ലൈവിലും അതുപോലെ തന്നെ മിസ്സിന് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് ഒരുപാട് കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര സന്തോഷമായി. കാരണം ഇന്നലെ രാത്രി ഈ സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ മക്കളോട് ടാറ്റ ബൈ ബൈ അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ എക്സാം ഒക്കെ സൂപ്പർ ഈസി ആവും എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും മിസ്സും ATR മിസ്സും ഗായത്രി മിസ്സും സ്നേഹ മിസ്സും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വരണം. ആൻഡ് ഈ ഒരു മൊമെൻറ്റിന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തത്. അത് അതിഭീകരമായിട്ട് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. എൻ്റെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളുടെ എക്സാമിന് കാണാൻ പറ്റിയ നിങ്ങളുടെ സന്തോഷം നമ്മൾ കമൻറ്റ് സെക്ഷനിലൊക്കെ കണ്ടു. ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ച നമ്മളെ ഷുവർ ക്വസ്റ്റ്യൻസിലൂടെയും നമ്മളെ കഴിഞ്ഞ ദിവസം മാരത്തണിലൂടെയും ഒക്കെ നമ്മളൊന്ന് ഓടിപ്പോവാണ്. നമ്മൾ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ മക്കളെ, നമ്മുടെ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ ആൽഗൽ കോമ്പണന്റ് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ അമീബോയുടെ പ്രൊട്ടസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ 7 മണിയുടെ മാരത്തണിൽ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ ഫ്ലോ ചാർട്ട് നമ്മളെ പ്ലാസ്റ്റിഡ്സിൻ്റെ അതേപോലെ തന്നെ ആ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മിയോസിസ് 1 ഓഫ് പ്രോഫേസ് 1ൻ്റെ ആ ഒരു ഇത് ടേബിളാക്കിയില്ല എന്നേ ഉള്ളൂ. സെയിം സാധനം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം, എനിക്ക് തോന്നുന്നു ഇത് ATR മിസ് ബയോമോളിക്യൂൾസിൻ്റെ ക്ലാസ്സിലും ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സെയിം സാധനം നമുക്ക് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഹാർട്ട് മിസ് വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും എൻ്റെ കുട്ടികൾക്ക് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള പെരിക്കാർഡിയാണ് അവർ ചോദിച്ചത്, അതുകൊണ്ട്. പിന്നെ എവിടെ പോയി റീനൽ കാൽക്കുലി നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ 7 മണിയുടെ മാരത്തണിൽ ചെയ്തതാണ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് നമ്മൾ ഇന്നലത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ SA നോഡ് ആൻഡ് AV നോഡ് നമ്മളുടെ ആ ഒരു മാരത്തണിൽ ഉണ്ടായിരുന്നതാണ്. ഏതാണ് പേസ് മേക്കർ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നതെന്നുള്ളത്. പിന്നെ നമ്മളുടെ ഈ ടേബിളിൽ നേരെ ചോദിച്ചിട്ടുള്ളത് കിഡ്നി റെഗുലേഷൻ, ADH അതുപോലെ തന്നെ നമ്മളുടെ ANFും റെനിൻ ആൻജിയോടെൻസിനൊക്കെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് അത് ചോദിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ടേബിളാക്കിയിട്ട്. പിന്നെ നമ്മളുടെ മൈറ്റോസിസിൻ്റെ ആ ഒരു 4 സ്റ്റേജസ് പ്രോ മെറ്റ നാന നെയ്ഡ് ടീലോ അത് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളുടെ പോയ്ക്കിലോതാംസ് സിമ്പിളായിട്ടാണ് ഇവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവർ രണ്ടുപേരെയും ഗ്രൂപ്പ് ആക്കാൻ ആരാണ് പോയ്ക്കിലോതാംസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ അനിമൽ കിങ്ഡത്തിലുള്ള ലോക്കോമോട്ടറി ഓർഗൻ അതുപോലെ തന്നെ നമ്മളുടെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 1 വേർഡായിട്ടും ഓരോന്നിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. പിന്നെ നമ്മളുടെ സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഇതില്ലാതൊരു ക്വസ്റ്റ്യൻ ഇല്ലാന്ന് മിസ് ഇന്നലത്തെ ലൈവിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വളരെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടെ 1 വേർഡായിട്ട് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ ECG തന്നെ പലതരത്തിൽ ഇന്നലത്തെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ മാരത്തണിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സീലത്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ സ്യൂഡോസീലം, എസീലം ആൻഡ് ട്രൂ സീലം ഏത് വേണമെങ്കിലും എൻ്റെ കുട്ടികൾക്ക് എഴുതാം. പിന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് മിസ് എല്ലാ ലൈവിലും മാരത്തണിലും ഇന്നലത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളുടെ കോൺട്രക്റ്റീസും ഓസ്റ്റിക്റ്റീസും 2 ഡിഫറൻസ് എഴുതാൻ ചോദിച്ചുള്ളൂ. നമ്മൾ 2 ഡിഫറൻസ് ഇന്നലത്തെ ലൈവിലും കഴിഞ്ഞ ലൈവിൽ 6 ഡിഫറൻസ് എഴുതിയിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്നേഹാമസിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്നേഹാമസിൻ്റെ ക്രബ് സൈക്കിൾ വീണ്ടും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവരിയ്ക്കുന്നു നമ്മളുടെ ഗ്ലൈക്കോലൈസിസ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്നേഹാമസിൻ്റെ സൈനോവിയൽ ജോയിൻസ് ലോക്കോമോഷൻ്റെ ചാപ്റ്ററിന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും റെസ്പിറേറ്ററി കോഷ്യൻ്റ് ആരുടെയാണ് ചോദിച്ചത്? കാർബോഹൈഡ്രേറ്റിൻ്റെ അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കൺജോയിൻഡ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ റൂട്ട് ലീഫിലൊക്കെ എന്ത് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ് അങ്ങനെ തന്നെ ടേബിൾ നമ്മളെ ഗായത്രി മിസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളുടെ ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ 1 വേർഡിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വീണ്ടും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഹോർമോൺസിൻ്റെ എഫക്റ്റ് ആണ്. അതും നമ്മളുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിക്ചർ അടക്കം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ ATR മിസ്സിൻ്റെ എലാനിൻ ആൻഡ് ഗ്ലൈസിൻ അതേ ആ ഒരു ഡയഗ്രാമാണ്. ഗ്ലൈസിൻ തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പിക്ചർ ഫില്ലോടാക്സി
സെയിം പിക്ചർ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അതേ ഇരിക്കണു നമ്മളുടെ ബയോമോളിക്യൂൾസിൽ നിന്ന് ആ ഒരു ടേബിൾ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻസൈംസിൻ്റെ ആ ടേബിളാണ്, അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മിസ്സും ചെയ്തിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ, നമ്മുടെ കാർബോണിക് എൻഹൈഡ്രേറ്റ്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അതേ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. അങ്ങനെ നമ്മുടെ ബയോളജി ടീം മാരത്തണിൽ ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും എൻ്റെ മക്കൾക്ക് എക്സാമിന് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു സന്തോഷത്തിലാണ് എൻ്റെ മക്കൾ എല്ലാവരും ഇരിക്കുന്നതെന്ന് മിസ്സിനറിയാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നിങ്ങൾ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റി, ഫുൾ മാർക്ക് കിട്ടി എന്നുള്ളവരാണെങ്കിൽ മിസ്സിന് ഒരു സന്തോഷം. ഒന്നുകൂടി ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ +1 ബയോളജിയുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ മക്കളെ അറിയിക്കുക. ഒരുപാട് സന്തോഷമായി. നിങ്ങളെല്ലാവരും വിചാരിച്ചതിൽ അപ്പുറം നിങ്ങൾക്ക് തരാൻ പറ്റിയതിൽ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനി നമ്മൾ +2 ഒരുമിച്ച് കാണാം. നമ്മളുടെ ഉയരേ ബാച്ചിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കും. ഇനി നമുക്ക് തകർക്കാനുള്ളത് +1 നമ്മളുടെ ഫിസിക്സ് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ അലക്സ് സർ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇതേപോലെ തന്നെ നമ്മളെ ബയോളജി എത്ര അടിപൊളിയായോ അതിലും സൂപ്പറായിട്ട് നമ്മൾ അലക്സ് സറും ടീമും നിങ്ങൾക്ക് ഫിസിക്സ് തകർത്ത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഇനിയുള്ള ഒരു ലൈവും ഫിസിക്സിൻ്റെതും മിസ്സാക്കരുത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ അലക്സ് സാറിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാവരും ഫുൾ പവറോട് വരിക. എക്സാമിനർ പഠിപ്പിക്കാത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനും എൻ്റെ മക്കൾക്ക് ഒരു എക്സാമിനും വരില്ല. അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കാണാം. ആൻഡ് നമ്മുടെ ഈ ഒരു ബയോളജിയുടെ സന്തോഷം കമൻറ്റ് സെക്ഷനിലും കൂടി അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ.